തിരുവനന്തപുരം കോർപ്പറേഷൻ ശക്തമായ മത്സരം നടന്ന കോർപ്പറേഷൻ ത്രികോണ മത്സരമായിരുന്നു. BJPക്കാണ് നേട്ടം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. BJPയെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ്. ഒരു കോർപ്പറേഷനിൽ ഭരണം പിടിക്കുക എന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ഇത്തവണ BJP ലക്ഷ്യം വെച്ച 2 കോർപ്പറേഷനുകൾ, ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് തൃശൂർ. പക്ഷേ തൃശ്ശൂരിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല BJPക്ക്. അവിടെ ചുമതലയുണ്ടായിരുന്ന സുരേഷ് ഗോപിക്ക് വമ്പിച്ച പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ തിരുവനന്തപുരത്ത് BJP നേട്ടമുണ്ടാക്കി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനും അഭിമാനിക്കാം. പക്ഷേ BJP സീറ്റുകളുടെ എണ്ണം കൂടുതൽ നേടി. അത്രയ്ക്ക് വോട്ട് BJPക്ക് ലഭിച്ചോ? ഇതാണ് BJPയെ അലട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം. തോൽവിയിലും ജയിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആകെ 100 വാർഡുകളിലായി LDFന് 1,75,522 വോട്ട് ലഭിച്ചു. UDFന് 1,25,984 വോട്ടുകൾ ലഭിച്ചു. BJPക്ക് 1,65,891 വോട്ടുകൾ ലഭിച്ചു. വോട്ടിംഗ് രീതി അനുസരിച്ചാണെങ്കിൽ 1,631 വോട്ടുകൾ LDFന് കൂടുതലാണ് എന്നുള്ള കാര്യമുണ്ട്. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ തന്നെ 50 വോട്ടുകൾക്ക് താഴെ വിജയിച്ച 8 വാർഡുകളുണ്ട്. വോട്ടിങ്ങിൻ്റെ ശതമാനം ഞാൻ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ 58.24% പോളിംഗ്. അതിന് ടോട്ടൽ വോട്ടെന്ന് പറയുന്നത് 8,14,967. അതിൻ്റെ പകുതി ആൾക്കാർ മാത്രമാണ് വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. ശിവൻകുട്ടി പറഞ്ഞ കണക്ക് അത് അദ്ദേഹം തട്ടിക്കൂട്ടിയുണ്ടാക്കിയ കണക്കല്ല, ഇലക്ഷൻ കമ്മീഷന്റെ കണക്കാണ്. 1,75,562 വോട്ടുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF നേടിയത്. 4 ലക്ഷത്തോളം വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ 1,75,562 വോട്ട് നേടി LDF ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. തൊട്ടടുത്ത് BJP ഉണ്ട്. BJPക്ക് ലഭിച്ചത് 1,65,891 വോട്ടാണ്. 1,65,891 വോട്ട്. എത്രയാണ് വ്യത്യാസം? 9,671 വോട്ട്. ചെറിയ വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. BJPക്കാണ് സീറ്റുകളുടെ എണ്ണം കൂടിയത്. എന്നാൽ വോട്ടിന്റെ എണ്ണത്തിൽ LDF ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. തിരുവനന്തപുരത്ത് LDF ഒലിച്ചുപോയി എന്തൊക്കെ പറയുന്നവർക്കുള്ള കൃത്യം മറുപടിയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഈ കണക്കുകൾ. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. 50 സീറ്റുകളിലാണ് BJP ജയിക്കുന്നത്, NDA മുന്നണി ജയിക്കുന്നത് 50 സീറ്റുകളിൽ. എല്ലാ പത്രങ്ങളിലും ഇന്ന് അതിന്റെ റിസൾട്ട് വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ വിശദാംശം ലഭിക്കും. അതിലെല്ലാം കൃത്യം കണക്കുകളുണ്ട്. 50 സീറ്റുകളിൽ BJP ജയിച്ചു. ഈ 50 സീറ്റുകളിൽ 41 സീറ്റുകളിൽ വാർഡുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. BJP ജയിച്ച 41 വാർഡുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. കോൺഗ്രസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ കോൺഗ്രസ് അതൊന്നും വലിയ ചർച്ചയ്ക്കെടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന്റെ വോട്ടാണ് BJPക്ക് ശക്തി പകർന്നത്. കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത്. എന്താണോ തൃശ്ശൂരിൽ സംഭവിച്ചത്? തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ വോട്ട് 75,000 കുറയുന്നു ലോക്സഭയിൽ. ആ 75,000 വോട്ട് കൂടുന്നു BJPക്ക്. കൃത്യമാണ് കണക്ക്. എവിടെയാണോ കുറഞ്ഞത് ആ കുറഞ്ഞ വോട്ട് എവിടത്തേക്കാണ് പോയത്? BJPയിലേക്ക്. LDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ 2019 ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച അതേ വോട്ടുകൾ, അതിനേക്കാളും കൂടുതൽ വോട്ടുകൾ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വോട്ട് പോയത് കോൺഗ്രസിൻ്റെതാണ്, കിട്ടിയത് BJPക്കാണ്. അതുതന്നെയാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്. വോട്ട് പോയത് കോൺഗ്രസിനാണ്, കിട്ടിയത് BJPക്കാണ്. ഇത് തന്നെയാണ് നേമത്ത് നേരത്തെ സംഭവിച്ചത്. വോട്ട് ചോർന്നു കോൺഗ്രസിന്റെ, UDFന്റെ. ആർക്ക് ലഭിച്ചു? BJPക്ക് ലഭിച്ചു. O രാജഗോപാൽ BJP സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് ജയിച്ചു. തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസിന്റെ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. ഒരു പരിധിവരെ
BJP തോറ്റു, LDF ജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത് കോൺഗ്രസ് വോട്ട് ഒന്നടങ്കം BJPക്ക് ലഭിച്ചു. അപ്പോഴും 50 വോട്ടിന് താഴെ 10 വോട്ടിന് താഴെയൊക്കെ ജയിച്ച വാർഡുകളുണ്ട്. 50 വോട്ടിന് താഴെ ജയിച്ച 10 വാർഡുകളുണ്ട്. BJP ജയിച്ച വാർഡുകൾ നാമമാത്രമായ വോട്ടുകൾക്കാണ് പല വാർഡുകളിലും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്, കോൺഗ്രസിന്റെ ഈ വോട്ട് ലഭിച്ചിട്ടും. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് LDF ഒലിച്ചുപോയി. ഇനി BJPയുടെ ആധിപത്യമാണ്, കോൺഗ്രസ് ഇതാ തിരിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നവർ ഈ കണക്ക് ഒന്നുകൂടി മനസ്സിൽ കുറിച്ചിടുന്നത് നല്ലതായിരിക്കും.